ഒരു വണ്ടി ലോങ് ടാങ്കിൽ നെറ്റ് ബോട്ടിൽ വന്നിട്ട് നമ്മളിന്ന് 7ാമത്തെ ദിവസം വല ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഇപ്പം നമ്മൾ വലയിടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഴം തോരം ഉണ്ടെന്ന് അറിയോ, ഏകദേശം 2500 ഭാഗോളം ഉണ്ട് കേട്ടോ. അതായത് ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടിയാണ്. അപ്പോൾ 2500 ഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കട്ടെ. ഇവിടെ ഇഷ്ടംപോലെ കൊമ്പന്മാരും അതുപോലെ തന്നെ നല്ല കിടിലം മീനുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വല ഇളക്കി തുടങ്ങിയിട്ടുള്ളൂ. 4:30 ഇപ്പോൾ സമയം. 8:30 9 മണിയാകുമ്പോഴേക്കും വല ഇളക്കി കഴിയും. വെളുപ്പിന് 2 മണിയാകുമ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിക്കട്ടെ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ. വാ. അങ്ങനത്തെ ആദ്യത്തെ സെറ്റ് വല നമ്മൾ കടലിലേക്ക് ഇടേണ്ട. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും പലർക്കും സംശയമാണ്. നമ്മുടെ ഈ പണിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽ നെറ്റ് ഫിഷിംഗ് എന്നാണ്. ഇത് കൂടുതലും ഡീപ്പ് സീയിൽ വന്നാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ കടലിൻ്റെ ആ ഒരു അപ്രോക്സിമേറ്റ് ആഴമാണ് നമ്മൾ GPS കണ്ടത് പറഞ്ഞത് 2000-2200 ഭാഗോട്ട്. അപ്പോൾ ഇവിടെ വലയിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും തെറ്റിദ്ധാരണ ഈ വല അടിയിൽ മുട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഈ ഒരു ഫിഷിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 9 ആൾ താഴ്ചയിലേക്ക് മാത്രമേ ഈ ഒരു വലയുടെ വീതി ഉണ്ടാവുള്ളൂ കേട്ടോ. നീളം ഉണ്ടാവും 10-14 ഞൊട്ടിക്കൽ. പക്ഷേ വീതി ഇതിന് 9 ആൾ നേരെ നിൽക്കുമ്പോഴുള്ള ഹൈറ്റ് എന്തോരം ഉണ്ടാവും, അത്രയും ഹൈറ്റ് 9 ഭാഗം വീതി മാത്രമേ നമ്മുടെ ഈ ഒരു വലക്കുള്ളൂ. നമ്മൾ ഈ തോടുകളിലും പുഴകളിലും മുടക്കുവല ഇടൂല, അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഇട്ട. 4:30 ആയപ്പോഴും നമ്മൾ വലയിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 8:30 9 മണിയായപ്പോഴേക്കും വല ഇളക്കി കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരൊറ്റ ബോട്ടുമില്ല, നമ്മുടെ ബോട്ട് മാത്രമേ ഉള്ളൂ. ഫുൾ സെറ്റ് വല നമ്മൾ കടലിലേക്ക് ഇറക്കിയിട്ടില്ല, ആകെ 7 കട്ടാപ്പ് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 2 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. പതിവ് പോലെ തന്നെ ഉറക്കപ്പിച്ചിലൊക്കെ ഇരുന്നാണ്ട വല പയ്യെ ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ മീനൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ആദ്യത്തെ സെറ്റ് വല പാതിയോളം കയറി തീരാറായിട്ടാ. ഇന്നാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു കൊമ്പൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നെ മീനിടാമത്തെ അതേ ഒരു പന്നിക്കോലാനുണ്ട നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയാണ്. അതായത് നമ്മുടെ സോട്ട് ഫിഷ് ആണ് കിട്ടിയത്. പന്നിക്കോലാൻ്റെ പുറകെ കുറച്ച് ചൂരയെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടാണ്. നമ്മൾ ഈ ഗിൽ നെറ്റ് ബോട്ടിൽ വരാൻ നേരത്ത് മെയിനായിട്ട് ലക്ഷ്യമാക്കണ മീൻ ചൂരയുണ്ട്. വലിയ മീനുകളും കിട്ടും, പക്ഷേ അത് ചില സമയങ്ങളിൽ ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ മീനുകൾ കൂടുതൽ കിട്ടുള്ളൂ. ഒരു 3:30 മണിയായപ്പോഴേക്കും കാശ് പോയിട്ട് നല്ലൊരു ചായ ഇട്ടുണ്ടെന്ന്. അപ്പോൾ അതും കുടിച്ചത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സെറ്റ് ടീം ഇപ്പോൾ കുടിക്കും, അടുത്ത സെറ്റ് ഇവിടെ വലിയെടുത്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ഇവരങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അതേ നമുക്ക് കിട്ടിയ ചൂരയാണ് ഈ കാണുന്ന ചൂര. കുറച്ചിച്ചേ നമുക്ക് ഇപ്പോൾ ഈ വന്ന വലകളിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പലരും ചോദിക്കണ കാര്യമാണ്, 32 ദിവസമെത്തി വരാൻ നേരത്ത് അത്രയും പഴക്കമുള്ള മീനാണ് ഞങ്ങൾക്ക് തന്നെയെന്ന്. ഒരിക്കലും അല്ലേ. 32 ദിവസത്തുമ്പോഴുള്ള മീനിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നമുക്കത് ഭക്ഷ്യയോഗ്യമായിരിക്കില്ല. അങ്ങനെയുള്ള മീനുകൾ നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ വളത്തിലാണ് കൊടുക്കുന്നത്. അതായത് പലതരം കോഴിത്തീറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കൊടുക്കുന്നത്. ദേ അടുത്തൊരു പന്നിക്കോല വന്നിട്ടുണ്ട്. ഡബിളാണ്ട് അടിച്ചാണ്, ഡബിള് 2 ഉണ്ടെന്ന് തോന്നുന്നു. ദേ കണ്ട, അവിടെയും ഇവിടെയും മുക്കിയെടുക്കേണ്ട 2 പന്നിക്കോലനെ കിട്ടി നമുക്ക്. കണ്ട പന്നിക്കോലാൻ മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ സോട്ട് ഫിഷ് എന്ന് പറയും. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു പന്നിനെ പോലെ ഉണ്ട്. മുള്ളധികം ഉണ്ടാവില്ല. വറുത്ത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. കൂട്ടുകറി, അതായത് ഇവർ ഗ്രേവിയൊക്കെ വെക്കും, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അടിപൊളി മീനാണ്. ചൂര കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരാണ് ഇതിനെ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ബുള്ളറ്റ് ചൂര എന്ന് പറയും, അതുപോലെ വരയൻ ചൂര, അങ്ങനെ പല പേരാണ്. ഏകദേശം ഒരു 2-3 കിലോ സൈസുള്ള ചൂര ഉണ്ടെന്ന് നമുക്ക് കിട്ടിക്കണം. അതുപോലെ തന്നെ 3 പന്നിക്കോലാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ സ്രാവ് മാത്രം ഒരിക്കലും നമ്മുടെ വലയിൽ കിട്ടണം കേട്ടോ. അപ്പോൾ ഇവർ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കുന്നതാണ്. ഈ സ്രാവിനെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് സ്രാവ് വെച്ചിട്ട് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അതിന് ഇവർ സുറാ പുട്ടെന്ന് പറയും കേട്ടോ. സുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്രാവട്ട.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്ക് തേങ്ങ ചിരണ്ടാനുള്ള ആയുധങ്ങളൊന്നും നമ്മുടെ ബോട്ടിനകത്തില്ല. ഉണ്ടായിരുന്നു എവിടെയോ മിസ്സായി പോയി. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ബോട്ടിൽ നിന്ന് ബോട്ടിൽ നിന്നൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ തൊട്ടടുത്തൊന്നും ഒരു ബോട്ട് പോലും ഇല്ല, ഒരു കുഞ്ഞു പോലും ഇല്ല. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇരുട്ട് മാത്രമുണ്ട്. ശരിക്കും എപ്പോഴും ഏതെങ്കിലും ഒരു ബോട്ടായിട്ടേ ഇവർ പോവുള്ളൂ. പക്ഷെ നമ്മുടെ ഒപ്പം ബോട്ട് ഉണ്ടായിരുന്നതാണ്. അത് പണി മോശമായതിൻ്റെ പേരിൽ മാറ്റി വിട്ടാണ് ഓണർ വേറെ സ്ഥലത്തേക്ക്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നമുക്ക് വന്നാൽ പോലും അടുത്ത് വന്ന് രക്ഷിക്കാൻ പോലും ഒരു ബോട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, നമുക്കൊരു വിശ്വാസമൊന്നും പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സമയം പയ്യെ ഇങ്ങനെ വെളുത്ത് വന്നിട്ടാ. പക്ഷേ ഞാൻ പറഞ്ഞില്ല മുന്നേ, നല്ല മഞ്ഞുണ്ട്. മഞ്ഞുള്ളതിൻ്റെ പേരിൽ മൂടിക്കിടക്കുകയാണ് കടൽ മൊത്തം. അടുത്ത ഡബിൾ കേട്ടാ, അതേ പന്നിക്കോലാനടുത്ത് ഡബിളാണ് അടിച്ച് വന്നേക്കണം. നമ്മുടെ മിന്നി ലൈറ്റ് 2 ഈ വലയിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് കണ്ടപ്പോൾ വന്നേക്കണേ. ആൽബർട്ട് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കടലിൽ ചാടാനായിട്ട് ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു മീൻ പോയി കഴിഞ്ഞാൽ നേരെ എടുത്ത് ഒന്നും നോക്കാതെ, അത് ഇപ്പം തണുത്ത് നിൽക്കുന്ന സമയമാണെങ്കിലും റഫ് ടൈം ആണെങ്കിലും എടുത്ത് ചാടോട്ടാ. വലയിൽ ചെറിയ ലൈറ്റ് കെട്ടിടാൻ നേരത്ത് നമ്മുടെ ഈ വലിയ മീനുകളെ ഒരുപാട് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വരാൻ നേരത്താണ് നമ്മുടെ വലയിൽ കുടുങ്ങണേട്ടാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പവറുള്ള ലൈറ്റ് ഒന്നും അല്ല കേട്ടോ, ചെറിയ മിന്നാമിനി ലൈറ്റ്. രണ്ട് പന്നിക്കോലാനെയും കൂടിയും എല്ലാവരും കൂടിയും പാട്ടെല്ലാം പാടി ചേർന്നിട്ട് നേരെ ബോട്ടിലേക്ക് പൊക്കി കയറുന്ന ഒരു സീനാണ്ട കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിലുണ്ടായിരുന്നു, ദൈപ്പതേ മഴക്കാരിങ്ങനെ വന്ന് കിടക്കണം കേട്ടോ. മഴ പെയ്യോ ഇല്ലെന്നറിയില്ല. നമ്മുടെ ഈ ആഴക്കടലിലേക്ക് വരാൻ നേരത്ത് ഇവിടെ റഫ് ടൈം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല കേട്ടോ. കടലിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റൂട്ടാ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയാനകമാണ്. കാറ്റൊക്കെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല. നമുക്കിങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതേ പാട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും പൊന്നും ടീമെല്ലാം ഫ്രണ്ടിൽ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനുകളെ കുറച്ചായിട്ട് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കേണ്ട. 32 ദിവസമൊക്കെ ഇങ്ങനെ കടലിൽ കിടക്കുമ്പോൾ പലരും ചിന്തിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ ഈ ബോട്ടിൽ പോകാൻ നേരത്ത് ഫുൾ എൻജോയ്മെൻറ്റാണ്. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് തകർത്താണ്ട. അപ്പോൾ അതെ നമ്മുടെ 2 പന്നിക്കോലാനിവിടെ കിടക്കുന്നുണ്ട്. ഇവന്മാരിഞ്ഞ് വലയിൽ നിന്നെടുത്ത് ഇവന്മാരുടെ കുടലൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതേ അപ്പുറം കാശി ഒരു പന്നിക്കോലാൻ്റെ കുടലെടുക്കണം കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് അത്ര ക്ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അത്ര അടുപ്പിച്ച് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും അവരുടെ സുറാപ്പുട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറ്റിയില്ല, ഈ പ്രാവശ്യവും പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം റഫ് ടൈമിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ വീഞ്ചിൽ ചില ചൂരകളിങ്ങനെ കറങ്ങി അടിച്ച് വരാൻ നേരത്ത് അതിൻ്റെ വാല് ചില സമയങ്ങളിൽ ഒടിഞ്ഞു പോകും. അങ്ങനെ ഒടിഞ്ഞു പോകുമ്പോൾ തന്നെ അത് നേരെ എസ് പിക്കാണ്. എസ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്പക്കാണ് പോണത്. അതായത് നമ്മുടെ ഈ കൊഴുത്തിട്ട് അങ്ങനത്തെ സാധനങ്ങൾക്കാണ്ടാണ് പോണത്. പിന്നെ കറക്റ്റായിട്ട് വന്ന മീനുകൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വിൽക്കാനും എക്സ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലാത്ത മീനുകൾ കംപ്ലീറ്റ് പോണത് ഒട്ടുമിക്ക മീനുകളുടെയും വാലൊടിഞ്ഞായിരിക്കുള്ളൂ തന്നെ. കാരണം വീഞ്ചിലിങ്ങനെ കറങ്ങി വരാൻ നേരത്ത് വാലൊടിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ്. അപ്പോൾ അത് നേരെ നമ്മൾ സ്റ്റോർ ചെയ്യണ്. അതുമാത്രമല്ല ഇങ്ങനത്തെ ചില മീനുകളൊക്കെ ഈ ക്യാൻഡ് ട്യൂണില്ലേ, അതായത് നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്ത് പുറത്തോട്ടൊക്കെ കൊടുക്കണം. നമ്മുടെ ഈ ക്യാനിലൊക്കെ വന്നെ അങ്ങനത്തെ മീറ്റ് മാത്രമായിട്ടൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കട്ടെ നമ്മൾ ഈ പിടിക്കുന്ന മീനുകൾ. അതും നല്ലത് നോക്കിയിട്ടാ, ഈ മോശമായതല്ല, നല്ല മീനുകൾ നമ്മൾ അങ്ങനത്തെ ക്യാൻഡ് ട്യൂണൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഹായ്, ദേ കിഴക്കുന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നി പടിഞ്ഞാട്ട് പോയിണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട, കിഴക്കത്തെ ഒരു സൂര്യോദയം കാണാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കി, അടിപൊളിയല്ലേ? സൂക്ഷിച്ച് നോക്കാൻ നേരത്ത് അങ്ങ് ദൂരയിൽ ഒരു വാല് കാണാൻ പറ്റണ്ട പൊന്തിക്കിടക്കണേ. അതൊരു മീൻ കുടുങ്ങി കിടക്കണേണ്ട പന്നിക്കോലാൻ അല്ലെങ്കിൽ നമ്മുടെ കട്ടക്കൊമ്പനട്ടാ. അപ്പോൾ അതേ വീഞ്ചിനകത്ത് 2 കരിപ്പെട്ടി ജീവനോടെ വന്നിട്ടുണ്ടായിട്ടാ. കരിപ്പെട്ടി എന്ന് പറയുന്ന മീനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ്? കരിപ്പെട്ടി നല്ല മീനാണ്, വറുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. പക്ഷേ കറി വെക്കാനായിട്ടൊക്കെ അധികം ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതേ അങ്ങ് ദൂരെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്തെത്താറായിട്ടാ. ചില സമയങ്ങളിൽ ഇതുപോലെ മീനുകൾ നമുക്ക് വലയിൽ പൊന്തിക്കിടക്കണ കാണാൻ പറ്റും. ഇങ്ങനെ പൊന്തിക്കിടക്കണ സമയത്തൊക്കെ ചില സ്രാവുകൾ വരും. സ്രാവുകൾ വന്നിട്ട് പാതി അങ്ങോട്ട് കടിച്ചിട്ട് പോകും. ചിലപ്പോൾ കൊമ്പ് മാത്രമൊക്കെ ആയിട്ട് ബാക്കി വെച്ചിട്ട് പോയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പന്നിക്കോലാനുണ്ടോ തന്നെ, പന്നിക്കോലാൻ വേണ്ട ഇങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. പലരുടെയും സംശയമാണ് ഇത് ചത്തു പോകണ എന്താണ്, വെള്ളത്തിൽ തന്നെയല്ലേ കിടക്കണേന്നുള്ളത്. ഇത് ചത്തു പോണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ വലയിൽ കുടുങ്ങിക്കഴിയാൻ നേരത്ത് ഇതുങ്ങൾക്ക് നീന്താൻ പറ്റില്ല. കാരണം ഓവറായിട്ട് നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കിട്ടില്ല.
അങ്ങനെ ഓക്സിജൻ കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഗിൽസ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ചെകിളയിലൂടെയുള്ള മീനുകൾ ശ്വസിക്കുന്നത്. അപ്പോൾ ഈ ചെകിള ഓപ്പൺ ആക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ വലയിൽ കുടുങ്ങി കഴിയുമ്പോൾ ഓവർ പ്രഷർ കൊടുത്ത് വേണ്ട രീതിയിൽ ഓക്സിജൻ വരാണ്ടായി കഴിയുമ്പോൾ ഇതിങ്ങനെ ചത്തു പോകണേ കേട്ടോ. കൂടുതൽ നേരം സർവൈവ് ചെയ്യണ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരണ്ടിയാണ്. ബാക്കി ഒരു മീനും അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ അത് അത്യാവശ്യം സൈസുള്ളൊരു പന്നിക്കൊല്ലാനായിട്ട് കിട്ടിയാണ്. അതേപോലെ ചൂര തന്നെ ഉണ്ട്. ചൂര കേര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വാവൊളിച്ച് നീന്തിക്കൊണ്ടിരിക്കുന്ന മീനാണ്. അതുങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചത്തുപോട്ടെ. ഒട്ടുമിക്ക സമയങ്ങളിലും ചൂര വരാൻ നേരത്ത് നിങ്ങൾ നോക്കിക്കോട്ടെ, വാവൊളിച്ചാരിക്കുള്ളിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ചത്തു പോണേട്ടാ, വാവൊളിച്ചാരിക്കുള്ളിൽ ചത്തു പോണത്. കണ്ടോ, ചില മീനുകൾ ആ വീഞ്ചിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും അവിടെ വെച്ച് അതുങ്ങളുടെ വാല അങ്ങോട്ട് ഒടിഞ്ഞു പോട്ടെ. ഇങ്ങനെ കിട്ടുന്ന മീനുകൾ നമ്മ വിലക്കുറവിനായിരിക്കും വിൽക്കണത്. ഈ വല വലിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ആ റബ്ബറിൻ്റെ ഇടയിൽ കയറി ചില സമയങ്ങളിൽ ഇതുപോലെ റിവേഴ്സ് അടിക്കുമ്പോൾ നമ്മുടെ കയ്യും പോകട്ടെ. അതേസമയം സെൽവം 2 ചെയിൻ കവറിന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെയിൻ കവറൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ കൂട്ടണേ കേട്ടോ. ചെയിൻ കവറിനെ വറക്കാനായിട്ടാണ് പോണത്. ചില സ്ഥലങ്ങളിൽ പാലാമീൻ, മാഹി എന്നൊക്കെ പറയൂട്ടെ. നമ്മുടെ ഇവിടെ ഇതിനെ കൂടുതലും ചെയിൻ കവർ എന്നാണ് പറയണത്. ആ മീൻ കട്ട് ചെയ്യണ രീതിയൊക്കെ നോക്കി എന്നാ പ്രൊഫഷണലാണല്ലേ. സെൽവം കുറേ നാൾ ചൂണ്ട ബോട്ടിനകത്ത് കിച്ചൺ മാസ്റ്ററായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെല്ലാം അടിപൊളിയായിട്ട് അറിയട്ടെ. അപ്പോൾ ചെയിൻ കവർ നല്ല ഫ്രഷ് ചെയിൻ കവറാണ്ട. അതിൻ്റെ തലയൊക്കെ എടുത്ത് കളയണം, തലയൊന്നും ഇവരെടുക്കൂല. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ഉലിച്ചളയും. അത് ചൂരയാണെങ്കിലും അതിൻ്റെ തൊലിയെല്ലാം ഉലിച്ചിട്ട് നമ്മുടെ ആ ഒരു മീറ്റ് മാത്രം എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ടക്കൊമ്പൻ്റെ വീഞ്ചിലടിച്ചെടുക്കുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്നത്. പക്ഷേ ഈ ഗിൽനെറ്റ് ബോട്ടിൽ പോകാൻ നേരത്ത് കഴിക്കേണ്ട ഒരു സാധനം ഇവരുടെ ചൂരച്ചുക്ക തന്നെയുണ്ട്. അതിനെ വെല്ലാനായിട്ട് വേറൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ്. അതും തലേ ദിവസത്തെ ആ ഒരു കഞ്ഞിയും കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നോ, എന്തോരം വേണമെങ്കിലും നമുക്ക് കഴിക്കട്ടെ. അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ചൂരച്ചുക്ക. അതിൻ്റെ ആ മീറ്റ് മാത്രം എടുത്തിട്ട് കുറച്ച് പൊടികളെല്ലാം ഇട്ട് ഇവരുണ്ടാക്കണേണ്. അപ്പോൾ അത് ഇപ്പം നമുക്ക് കിട്ടിയ ആ ഒരു കട്ടക്കൊമ്പനെ വലയിൽ ഊരി മാറ്റിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ പൊന്നും അതുപോലെ തന്നെ രമേശണ്ണനും സെൽവമാണ് കുക്കിങ്ങിന് സമയത്ത് നമ്മുടെ കിച്ചണിൽ മാറി ഇരിക്കണത്. ഇവർ രണ്ടുപേരാണ് കുക്കിംഗ് പരിപാടികളൊക്കെ നോക്കണേ കേട്ടോ. അപ്പോൾ രമേശണ്ണൻ കുക്കായിട്ട് തന്നെ വേറൊരു ബോട്ടിലും പോയിട്ടുണ്ട്, സെൽവവും പോയിട്ടുണ്ട്. പുള്ളിക്കാരനും ഇവർ രണ്ടുപേരും ചേട്ടനനിയന്മാരാണ്, കസിൻസാണ് കേട്ടോ. മുന്നേ കിട്ടിയ 2 പന്നിക്കോലാന്ന് നോക്കി കുടലൊക്കെ എടുത്ത് ക്ലീനൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പന്മാരാക്കി വെച്ചേക്കേണ്ട. മീൻ വെട്ടിക്കഴിഞ്ഞാൽ അപ്പുറം ഒരു ഓസ് ഇരിക്കുന്നുണ്ട്. വാട്ടർ പമ്പിൽ കൂടെ തന്നെ വെള്ളമുണ്ട്, കടൽ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് ആദ്യം നമ്മളൊരു റൗണ്ട് കഴുകും. അതിനുശേഷം പിന്നെ നൻവെള്ളത്തിലും ഒരു റൗണ്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മസാല എല്ലാം പുരട്ടി മീൻ വറക്കോളൂ. ഗിൽനെറ്റ് ബോട്ടിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, മീൻ വറക്കാൻ നേരത്ത് ഞങ്ങൾ ചിക്കൻ 65ൻ്റെ മസാലയാണ് ഉപയോഗിക്കുന്നത്. ഇതിലുപയോഗിക്കണ ഈ പാക്കറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഇവരുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. അതുപോലെ കുറച്ച് കറി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയും നല്ലോണം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ എന്നാണ് നമ്മുടെ സെൽവം പറഞ്ഞത്. നല്ല തക്കടുമുണ്ടൻ കഷ്ണങ്ങളാക്കി വെട്ടി വെച്ചേക്കണം മീനിൻ്റെ മേലയിലേക്ക് മസാല എല്ലാം പുരട്ടി നല്ല സുന്ദര കുട്ടമ്മമാരായിട്ട് നിർത്തേണ്ട.
അങ്ങനെ അത് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി കുട്ടപ്പന്മാരാക്കി വെച്ചാണ് മീനെ വറക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട. ഓരോ സെറ്റ് വറുത്ത് പാത്രത്തിലേക്ക് ആക്കുമ്പോഴേക്കും നേരെ ചോറായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ള അത്രയും മീൻ പീസ് എടുക്കാട്ടോ, അല്ലാതെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, തനിക്കിത്ര എനിക്കിത്ര അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് കഴിക്കാം. കണ്ടിന്യൂസ്ലി 20-28 ദിവസമൊക്കെ 3 നേരവും മീൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയൊരു മട്ടിപ്പൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പച്ചക്കറി വെക്കുന്നത്. പിന്നെ മീൻ വെറൈറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. എന്തായാലും ചെയിൻ കവർ വറുത്തതും തലേ ദിവസത്തെ കഞ്ഞിയും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി കേട്ടോ. അതും ഈ കടലൊക്കെ കണ്ട് ഒച്ചപ്പാടും ബഹളവും കേട്ട് പോയി നോക്കിയപ്പോഴാണ് വല നമ്മുടെ ബീഞ്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണം, ഓരോ ഓലക്കൊടിയും കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബീഞ്ചിൽ കറക്കി അടിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണാൻ പോണത്. നോക്കി കണ്ട, പക്ഷേ അതേ വല കുടുങ്ങുന്നുണ്ട. അത് ആ റബ്ബറിൻ്റെ ഇഷ്യൂ ആണ്. ആ റബ്ബർ നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കോട്. ഈ പ്ലൈവുഡിൻ്റെ പീസാണ് സ്റ്റെപ്പർ കേട്ടോ. ഇത് സ്റ്റോർ റൂമിൽ വെക്കാനായിട്ടാണ് ഉപയോഗിക്കണം. മീൻ സ്റ്റോർ ചെയ്യാൻ നേരത്ത് മുകളിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് മീൻ ഉടയാതിരിക്കാനായിട്ട്. വലിയ മീനുകൾ കിട്ടാൻ നേരത്ത് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണത് ഇതുപോലെ കപ്പിയിൽ ചാമ്പിയായിരിക്കും കേട്ടോ. മറന്നാച്ചേ അങ്ങനെ ദേവാലയയിൽ ഒരു ആമക്കുട്ടം തന്നെയുണ്ട് ഈ കാണുന്ന. ആമ എപ്പോഴും ഇതുപോലെ തന്നെ ജീവനോടെ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്നൊന്നും വലയിൽ കുടുങ്ങിയെന്നും പറഞ്ഞ് ചാവത്തില്ല ആമ. അത്യാവശ്യം വലുതാണെന്നാലും അത്ര വലുതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ വലയിൽ വീഞ്ചിലടിച്ചെടുത്ത് അപ്പോൾ ഇവനെ നേരെ കടലിലേക്ക് കളയോടെ. പലരുടെയും ഡൗട്ടാണ് ആമനെയൊക്കെ നിങ്ങൾ കഴിക്കുമെന്നുള്ളത്. ആമനൊന്നും നമ്മൾ ഭക്ഷിക്കാറില്ല. അതുപോലെ തന്നെ ഡോൾഫിനെ കഴിക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഡോൾഫിനൊന്നും നമ്മൾ ഭക്ഷിക്കില്ല കേട്ടോ. ഈ പാവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഇതിൻ്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾ കറി വെച്ച് കഴിക്കാറുണ്ടെന്ന് നോക്കണത്. നേരെ നമ്മൾ കടലിലേക്ക് തിരിച്ച് പുള്ളിക്കാരനെ അയക്കേണ്ട. സമയം ഒരു 8-9 മണിയായി വന്നിട്ടാ. വെയിൽ നല്ല മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കടലിലെ വെയിൽ പറയണ്ടല്ല. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കാറ്റ് അങ്ങനെ ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ അത്യാവശ്യം സൈസുള്ള ചൂര വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ലാസ്റ്റ് സെറ്റ് വലയുണ്ട്. ഇവിടെ നമ്മൾ മൊത്തം വല ഇറക്കിയില്ല. ആകെ 7 സെറ്റ് വലയിൽ ഇറക്കിയുള്ളൂ. മൊത്തം 11 സെറ്റ് വലയുണ്ട് നമ്മുടെ അടുത്ത്. 7 സെറ്റ് ഇറക്കിയുള്ളൂ. ഓൾമോസ്റ്റ് വലയെടുത്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. வண்டிகளின் அளப்பறை ஆரம்பம். ஸ்டார்ட் கேமிங். குதிரை மாலை தூக்குங்கடா. முனிசாமினா. വലയ വണ്ടി ഇരുത്തി പോണം. ലാസ്റ്റ് സെറ്റ് വല കയറി വരുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മീൻ കിട്ടാനും തുടങ്ങിയിട്ടാ. ലാസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട വലയാണ് നമ്മളിപ്പോൾ അവസാനം എടുക്കണേട്ടാ. അപ്പോൾ അതിൽ ചൂര ഇഷ്ടം പോലെ കയറി പറ്റിയിട്ടുണ്ട്. ചൂര നമുക്ക് അത്യാവശ്യം സൈസുള്ളതാണ്ട. ഏകദേശം 2-3 കിലോ ആ ഒരു സൈസിൽ തന്നെ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയേ കണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് മീൻ. ആ അവസാന കട്ടാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട. ചില സമയങ്ങളിൽ ചൂര കൂട്ടത്തോടെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവന്മാർ നമ്മുടെ വലനെ താത്തിക്കളയോട്ടോ. കാരണം വെയിറ്റ് ആയി കഴിയുമ്പോൾ ഈ മീൻ ചത്ത് കഴിഞ്ഞാൽ വല അടിയിലേക്ക് താന്നു പോകും. നമ്മുടെ കൂട്ടബോട്ടിൻ്റെ വല ഒരു 2 സെറ്റ് വലയോളം അതുപോലെ താന്നു പോയിട്ടാ. കൂട്ടത്തോടെ മീൻ കയറി കഴിഞ്ഞാൽ നമുക്ക് പൊക്കിയെടുക്കാനും പണിയാണ്. വീഞ്ചിലൊന്നും അടിച്ച് കറങ്ങി വരില്ല. വല പുറത്തേക്ക് ഇട്ടിട്ട് കൈക്ക് വേണം പൊക്കിയെടുക്കാനായിട്ട്. അത് നമുക്ക് ചെറിയൊരു കൂട്ടം കയറിയിട്ട് തേവന്നണ്ട. ഇതുപോലെ വല നിറച്ചും മീൻ ചില സമയങ്ങളിലൊക്കെ കയറി വരാറുണ്ട് ഈ സീസൺ ടൈമിൽ.
അന്നേരം ഇതുപോലെ വലയും അതുപോലെ തന്നെ നമ്മുടെ ഈ മീനും എല്ലാം കൂടി കടലിൻ്റെ അടിയിലേക്ക് അത്രയും ഡീപ്പിലേക്ക് പോകും. അത് മാക്സിമം നമ്മൾ വലിച്ചു കയറ്റാനായിട്ട് നോക്കും, അല്ലെങ്കിൽ നമുക്കും നഷ്ടമുള്ള പരിപാടിയാണ്. ഒരു വല പോകുമ്പോൾ അതിൻ്റെ പോയ കാര്യങ്ങൾ ഇഷ്ടംപോലെ പൈസ ചിലവുണ്ട്. അതുപോലെ 2-3 സെറ്റ് വല കടലിൻ്റെ അടിയിലേക്ക് മീനെ പാടി താന്നു പോകുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മീൻ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാലും നമുക്ക് പണിയണ്ട. നമ്മൾ ഈ വള്ളത്തിനൊക്കെ പോയി കുടുക്കൊക്കെ അടിക്കുമ്പോണ്ടല്ലോ, ആ മീൻ ചാവണേന് മുമ്പ് തന്നെ മാക്സിമം നമ്മൾ വല പൊക്കി കയറ്റാനായിട്ട് നോക്കും. അല്ലെങ്കിൽ ഡിങ്കിയിൽ ചേട്ടന്മാരിറങ്ങിയിട്ട് വലയുടെ ഉള്ളിൽ നിന്ന് തന്നെ മീൻ ഇങ്ങനെ എടുത്തെടുത്ത് വള്ളത്തിലേക്ക് അല്ലെങ്കിൽ ചാള ബോട്ടിലോട്ടൊക്കെ എറിഞ്ഞു കൊടുക്കട്ടെ. കാരണം ഈ മീൻ ചത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വല ഒരുപാട് മീനായി കഴിഞ്ഞാൽ പൊക്കി കയറ്റാനായിട്ട് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവസാന നിമിഷമായി കഴിഞ്ഞപ്പോൾ അതേ ചൂര അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കേണ്ടത് നോക്കി. വലയെന്ന് എടുത്തിട്ട് അവിടെ ഇവിടേക്ക് ഇട്ടേക്കണ മീനെ നമ്മൾ കൊട്ടയിലാക്കിയിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ട് പോവേണ്ട. അപ്പം നമ്മുടെ പണി ഏകദേശം തീരാറായില്ല. അപ്പം ഇനി മീൻ അധികം നേരം ഇതിൻ്റെ മുകളിൽ ഇടില്ല, നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയിട്ട് വലയും കാര്യങ്ങളൊക്കെ തുന്നാനുള്ളത് നേരെ തുന്നോട്ടിരുന്നു. അങ്ങനെ മീൻ നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണതിന് മുന്നേ തന്നെ സ്റ്റോർ റൂമിൽ ബേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ഐസ് എല്ലാം സെറ്റ് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് നേരെ നമ്മുടെ പിടിച്ച മീനുകളെല്ലാം നേരെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റോർ റൂം അടച്ചു കൊടുക്കും. ഇപ്പം മീൻ സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാരണം നാളത്തേക്ക് ആകുമ്പോഴേക്കും സെറ്റ് ചെയ്ത് വെക്കോളാം. സോ നമ്മുടെ അവസാനത്തെ കൊടിക്കമ്പതേ ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വല മൊത്തത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോവേണ്ട. അപ്പോൾ വല കയറി കഴിഞ്ഞപ്പോഴേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫുള്ള് ടയേർഡായി. കാരണം 10 മണി 11 മണിയൊക്കെ ആയി വല എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും. വെയിൽ നല്ല രീതിയിലായി. ഇന്നലെ വെളുപ്പിന് 2 മണിക്ക് തുടങ്ങിയുള്ള വല എടുക്കാനായിട്ട്. അങ്ങനെ 7ാമത്തെ ദിവസത്തെ വല ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്നിട്ട് 12 ദിവസമായി. വല ഇളക്കാൻ തുടങ്ങിയിട്ടാണെങ്കിൽ 7 ദിവസമായിട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും ടാറ്റാ.